അന്യ നാട്ടിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളെന്താ ചെയ്യും? നിങ്ങൾ പോയി പണി നോക്കാൻ ഞാൻ വരെ. നമ്മൾ ഈ നാട്ടിൽ നിങ്ങളെന്താ ചെയ്യും? പോയി പണി നോക്കണം. അതൊന്നും പോണാർന്ന് ഇന്നില്ലേ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദേശീയ പണിമുടക്കിലെ ഹീറോ ഈ ചേട്ടൻ തന്നെയാണ്. ഈ ചേട്ടൻ ചെയ്ത പോലെ കേരളത്തിലെ അധ്വാനിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും ഈ ഹർത്താലും പണിമുടക്കും ദേശീയ പണിമുടക്കും ഒക്കെ ഇല്ലാതാക്കാം. ഇന്നത്തെ ദേശീയ പണിമുടക്ക് ശരിക്കു പറഞ്ഞാൽ കേരള പണിമുടക്കാണ്. ഇതാകെ കേരളത്തിലും മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളിലൊന്നും, ചില സ്റ്റേറ്റുകളിൽ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. അതാണ് സ്ഥിതി. അധ്വാനിക്കുന്ന ജനങ്ങൾ ഈ ചേട്ടനെ പോലെ പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലും ഈ സംഭവം ഇല്ലാതെയായിക്കോളും. പിന്നെ ഇന്ന് ആ വാഹനം തടഞ്ഞവരോട് അന്യ സംസ്ഥാനത്തുനിന്ന് അദ്ദേഹം വണ്ടി ഓടിച്ചു വരുന്നതാണ്. അദ്ദേഹത്തിന്റെ വണ്ടി തടഞ്ഞിട്ടുകൊണ്ട് ആകെ ഒരു ഗുണം കിട്ടിയത് അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ കൂലി അല്ലെങ്കിൽ ശമ്പളം മുടക്കി. ആ വീട്ടിലേക്ക് അരി വാങ്ങാനുള്ള 600 രൂപ 700 രൂപ എത്രയായുള്ള കൂലിയെങ്കിൽ അദ്ദേഹത്തിന്റെ ശമ്പളമെങ്കിൽ അത് നിങ്ങൾ ഇല്ലാതാക്കി. കാരണം അദ്ദേഹത്തിന്റെ വീട്ടില് ഫസ്റ്റ് ക്ലാസ് മീൻ വാങ്ങി ഭക്ഷണം കഴിക്കാനൊന്നും കഴിവില്ലാത്ത വീടായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം വേറെ ആരെങ്കിലുമൊക്കെ വണ്ടിയെടുത്ത് ദിവസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോയി ഇങ്ങനെ ലോഡുമായിട്ടൊക്കെ വരണത്. വീട്ടില് ഫസ്റ്റ് ക്ലാസ് മീനൊക്കെ വാങ്ങി ഭക്ഷണം കഴിക്കാൻ കഴിവുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ഈ ചൂടും വെയിലും മഴയും തണുപ്പൊന്നും കൊണ്ട് പോവില്ല. പിന്നെ വേറൊരു കൂട്ടർ പറയണ കേട്ടു, ഞങ്ങളും ഈ സമരത്തിന് അനുകൂലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഒരു ജാഥ ഇന്ന് നടക്കണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഇത്രയും സമരത്തിന് ഈ അഖിലേന്ത്യാ പണിമുടക്കിന് അനുകൂലിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജാഥ ഇന്ന് നിർത്തണ്ടായിരുന്നോ? നിങ്ങൾ ആ ജാഥ നിർത്തിയോ? അപ്പം പറയും ആ ജാഥയില് തൊഴിലാളികളൊന്നുമില്ല, ഞങ്ങളുടെ അണികളും മാത്രമേ ഉള്ളൂ എന്ന്. സുഹൃത്തുക്കളെ, ആ ഒരു ജാഥ നടത്തുമ്പോൾ ഒരുപാട് തൊഴിലാളികളും അതിൽ അധ്വാനിക്കണ്ടേ? അതറിയാവോ? പന്തൽ കെട്ടണം. നിങ്ങൾ ജാഥ നടത്തി ഓരോരുത്തരടുത്ത് സ്വീകരണമൊക്കെ നൽകി പ്രസംഗിക്കുകയൊക്കെ ചെയ്യല്ലോ. അവിടെ പന്തൽ കെട്ടണം. അത് തൊഴിലാളികളാ പന്തൽ കെട്ടണം, നിങ്ങളുടെ അണികളല്ല. അതുപോലെ തന്നെ കറണ്ട്, ഇലക്ട്രിസിറ്റി, അവിടെ മൈക്ക് ഓപ്പറേഷൻ, അത് തൊഴിലാളികളാ, നിങ്ങളുടെ പാർട്ടിക്കാരല്ല. കസേര സെറ്റ് ചെയ്യണം, അതും തൊഴിലാളികളാ, നിങ്ങളുടെ പാർട്ടിക്കാരല്ല. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ഈ ഒരിടത്തെ സ്വീകരണം കഴിഞ്ഞ് അടുത്തയിടത്തേക്ക് പോകുമ്പോൾ ഈ പന്തലും കസേരയൊക്കെ പൊളിച്ച് ഇലക്ട്രിസിറ്റി ഇതെല്ലാം വിച്ഛേദിച്ച് എല്ലാം ശരിയാക്കണം. അതൊക്കെ ഈ തൊഴിലാളികളാ. അപ്പൊ അവര് തൊഴിലെടുക്കല്ലേ ചെയ്യണം? അത് വിഷയമില്ലേ? സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് തൊഴിലെടുക്കാം. സ്വന്തം കുടുംബത്തിന് അന്നം വാങ്ങാൻ വേണ്ടി മാത്രം തൊഴിലെടുക്കരുത്. അതല്ലേ നിങ്ങളുടെ പോളിസി? എന്തായാലും ആ ചേട്ടന് ഒരു ബിഗ് സല്യൂട്ട്. എല്ലാവർക്കും നമസ്കാരം.